ഹലോ, അപ്പം നമ്മളിന്ന് ജ്യൂസ് സ്ട്രീറ്റിലാണ് കേട്ടോ പോണേ. കൊച്ചിയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ പോകാത്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. മട്ടാഞ്ചേരിയിൽ വന്ന് വല്ല സ്വീറ്റ്സൊക്കെ വാങ്ങി പോവെങ്കിലും ജ്യൂസ് സ്ട്രീറ്റിലേക്ക് ഇതുവരെ കയറാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനോ ഞാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം, എന്താ അതിൻ്റെ അകത്തുനിന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കൊച്ചിക്ക് ഈ പ്രാവശ്യം പോയപ്പോൾ എന്തായാലും അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയത്. കയറിയപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് കുറേ പഴകിയ വസ്തുക്കളാണ് കേട്ടോ. പഴകിയതാന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, നല്ല വിലയാണ്. എന്നെ മൊത്തത്തിലിട്ട് മൂടി വേവിക്കാനുള്ളൊരു വലിയ ഉരുളി ഞാൻ കണ്ടു. ഒരു 10,000-2000 പേർക്കുള്ള ബിരിയാണി ഇതിനകത്ത് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് വെച്ചെടുക്കാം. ആൻറ്റിക് പീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരട്ടോ, കാരണം ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെ വേണം അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ എന്നെപ്പോലെ പിള്ളേരെയും കൊണ്ട് ചുറ്റൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചോ, പിള്ളേർ ഇവിടെ മുതൽ കൈ ചൂണ്ടി തുടങ്ങി കഴിഞ്ഞാൽ ആ സിനഗോഗ് വരെ എൻ്റെ പിള്ള കൈ ചൂണ്ടിയായിരുന്നു. പിന്നെ 2 ശയന പ്രദക്ഷിണം കഴിഞ്ഞാണേ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് സിനഗോഗിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ചരിത്രമൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല. 450 വർഷത്തിലേറെ പഴക്കമുണ്ടാവും പള്ളിക്കൊന്നും. കൊച്ചി മഹാരാജാവ് പണി കഴിപ്പിച്ച് കൊടുത്തതാണെന്ന് മാത്രമായിട്ട് എനിക്കറിയുള്ളൂ. അതിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ അവിടെ തന്നെ നല്ല വെണ്ട അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ അത് വായിച്ചെടുക്കട്ടെ. കുറേയൊക്കെ ഞാൻ വായിച്ചായിരുന്നു, പിന്നെ കുറേയൊക്കെ മറന്നുപോയി. ഇതാണ് കേട്ടോ അതിൻ്റെ ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്ഥലം. ഞങ്ങളതിൻ്റെ അകത്ത് കയറി. ഒരാൾക്ക് 10 രൂപ മാത്രമായിട്ട് എൻട്രി ഫീ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ ഹൈസൂനാണെങ്കിൽ അതിൽ നടക്കണമെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. പിന്നെ നടന്നൊന്നും തുടങ്ങിയിട്ടില്ല. ആൾ പയ്യെ കൈ പിടിച്ചിങ്ങനെ മന്ദമന്ദമൊക്കെ നടന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന വഴിയാണ് കേട്ടോ പണ്ടത്തെ പോലീസുകാരുടെ ഒരു മ്യൂസിയം. ഇപ്പോഴത്തെയാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അതൊരു മ്യൂസിയം ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പണ്ടത്തെ വാളും പരിചയം, പിന്നെ കുറേ അളക്കണ സാധനങ്ങളും, പിന്നെ പോലീസുകാരുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ട് വീക്ഷിച്ചിട്ടാ. അങ്ങനെ സിനിമയിലും കഥകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന സംഭവങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ സന്തോഷവും അതിൻ്റെ കൂടെ ചെറിയൊരു അത്ഭുതം. ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രീ എൻട്രിയാണ്, പൈസ ഒന്നും വേണ്ട. ആകെ നമുക്ക് സിനഗോഗിൽ കയറിയപ്പോൾ പെർ പേഴ്സൺ 10 രൂപീസാണ് വരുന്നുള്ളൂ. പിന്നെ മട്ടാഞ്ചേരി കൊട്ടാരത്തിലൊന്ന് കയറിയിട്ടാ. കൊട്ടാരത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. പറയാനല്ല, അവിടെ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഓക്കെ.